മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീമദ് നാരായണീയം ദശകം 1 ശ്ലോകം 5. അർത്ഥം പറയുന്നത് ഭാരതി കിഴക്കേപ്പാട്ട് വാര്യം. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യൽക്രിയാമീക്ഷണാഖ്യം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ സ്വരൂപത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ആ രൂപം, അതിൻ്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നു? ഉൽപ്പത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് അത്, ആ പരബ്രഹ്മം എങ്ങനെയാണ് ഭഗവാനായിട്ട് പ്രത്യക്ഷപ്പെടാൻ ആയിട്ട് വേണ്ടിയിട്ട് എന്ത് സ്വീകരിച്ചു, എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ആ ക്രമം ആണ് പറയണത്. ഭഗവാന് വാസ്തവത്തിൽ യാതൊരു ക്രിയകളൊന്നുമില്ല. നിഷ്ക്രിയനാണ്. നിഷ്കളൻ, നിഷ്ക്രിയൻ എന്നൊക്കെയാണ് ഭഗവാനെ പറ്റിയിട്ട് പറയണത്. നിർഗുണൻ എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഭഗവാൻ നിർവ്യാപാരഃ അഭി, നിർവ്യാപാരനാണ്. ഒരു വ്യാപാരവും ഇല്ലാത്തതാണ്, ഒരു ക്രിയയില്ലാത്തതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നതായിട്ടുള്ള ഒരു ശക്തി, അതാണ് ഭഗവാൻ സാക്ഷാൽ ബ്രഹ്മം എന്ന് പറയണത്. അപ്പോൾ ആ ഇതിന് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുമ്പോൾ ക്രിയ ഉണ്ടാവാൻ വയ്യ. അപ്പം അങ്ങനെ ഈ ക്രിയകളൊന്നുമില്ല എന്നുണ്ടെങ്കിലും നിർവ്യാപാരഃ അഭി, നിർവ്യാപാരനാണ് അവിടെന്നെങ്കിലും ഒരു ക്രിയ സ്വീകരിച്ചു എന്ന് പറയാണ്. എന്താണ്? ഈക്ഷണാഖ്യാം നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസെ. അജ എന്ന് സംബുദ്ധിയാണ്. അജൻ എന്ന് വെച്ചാൽ ജനനമില്ലാത്തവൻ. ഭഗവാനെ വിളിക്കുകയാണ്. അജ, ഹേ അജ, അല്ലയോ അജ, ജനനമില്ലാത്തവനെ എന്നുള്ളതാണ്. നിത്യനാണെന്ന് പറഞ്ഞല്ലോ. നിത്യമാകുമ്പോൾ, നിത്യനുള്ളതാകുമ്പോൾ ജനനവും മരണവും ഒന്നുമില്ല. അപ്പം അങ്ങനെ അജനായിട്ടുള്ള അല്ലയോ ഭഗവൻ, ഹേ അജ, നിഷ്കാരണം, അങ്ങ് യാതൊരു പ്രത്യേകിച്ച് വിചാരം ഒന്നും ഉണ്ടായിട്ടല്ല അങ്ങ് ക്രിയ സ്വീകരിച്ചത്. അങ്ങ് ഈ ലോകത്തെ സൃഷ്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ ലോകമായിട്ട് പരിണമിക്കാനായിട്ട്, പ്രപഞ്ചമായിട്ട് പരിണമിക്കാനായിട്ട് അങ്ങ് എന്താണ് ഒരു ക്രിയ സ്വീകരിച്ചു എന്ന് പറയാണ്. അതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ കാരണം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. നിഷ്കാരണം, ഒരു കാരണവും കൂടാതെ, പ്രത്യേകിച്ച് അങ്ങക്ക് ലഭിക്കാനായിട്ടൊന്നുമില്ല, അങ്ങക്ക് നേടാനായിട്ടുള്ളതൊന്നുമില്ല, ഇല്ലാതെയാക്കണ്ടായിട്ടുള്ളതായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ നിശ്ചയില്ല. അങ്ങനെയുള്ള നിഷ്കാരണം, യാതൊരു കാരണവും, പ്രകടമായിട്ടുള്ള യാതൊരു കാരണവുമില്ലാതെ തന്നെ അജ ഭജസേ, അങ്ങ് ഭജിക്കുന്നു, അങ്ങ് സ്വീകരിക്കുന്നു. എന്തിനെ സ്വീകരിക്കുന്നു? അങ്ങ് അംഗീകരിക്കണു. എന്താണ് അംഗീകരിക്കണത്? യൽ ക്രിയാം, യാതൊരു ക്രിയയെ അങ്ങ് അംഗീകരിക്കുന്നു എന്നുള്ളത്. ക്രിയാം ഭജസേ, അങ്ങ് ഒരു ക്രിയയെ അംഗീകരിക്കുന്നു. വേറെ സ്വതേ വ്യാപാരമൊന്നുമില്ലെങ്കിലും അങ്ങ് ക്രിയയെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. എന്ത് ക്രിയയാണ് അങ്ങ് സ്വീകരിക്കണത്? ഈക്ഷണാഖ്യാം, ഈക്ഷണം എന്ന് പറയാം. വെറുതെ നോക്കണേ ഉള്ളൂ, ഒരു നോട്ടം നോക്കണുണ്ട് അങ്ങ് എന്നുള്ളതാണ്. കയ്യും കാലിട്ട് എനക്കൊന്നുമല്ല, വെറുതെ ആ കണ്ണ് തുറന്നൊന്ന് നോക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ കണ്ണ് തുറക്കലും കൂടി ഇല്ല അവിടെ ശരിക്കും ഭഗവാന്റെ. അതുകൊണ്ട് കണ്ണ് തുറക്കലും കൂടി ഇല്ല. ആ അങ്ങ് വേണമെന്ന് വിചാരിച്ചുള്ളതായിട്ടുള്ള ഒരു മനസ്സിൽ തോന്നുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ. അവിടെ ഈക്ഷണം എന്നുള്ള പേരോടുകൂടിയ ക്രിയ, അതായത് ഈക്ഷണം എന്നുള്ളതായിട്ടുള്ള ക്രിയയെ അങ്ങ് വെറുതെ ഒന്ന് നോക്കണു. ആ നോക്കുക എന്നുള്ള ക്രിയയെ അങ്ങ് സ്വീകരിക്കുന്നു. എന്തിനെയാണ് നോക്കണത് എന്ന് വെച്ചാലോ, അങ്ങയുടെ ഉള്ളിൽ തന്നെ ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ മായയെ, അങ്ങയുടെ തന്നെ ഭാഗമായിട്ടുള്ള മായ എന്നുള്ള പ്രകൃതി, അല്ലെങ്കിൽ മായ പ്രകൃതി പ്രധാനം എന്നൊക്കെ പറയുന്നേ, ആ മായയെ ഒന്ന് നോക്കണു. വെറുതെ ഒന്ന് നോക്കണേ ഉള്ളൂ. അങ്ങ് വേറെ ഒന്നും ചെയ്യണില്ല. ഈ ഈക്ഷണം എന്നുള്ളതായിട്ടുള്ള ക്രിയ കൊണ്ട് ആ മായാദേവിയെ ഒന്ന് നോക്കണു. തേനൈവ ഉദേതി ലീനാ പ്രകൃതി. അപ്പോൾ ആ നോട്ടം കൊണ്ട് തന്നെ, അങ്ങയുടെ ആ നോട്ടം കൊണ്ട് തന്നെ അങ്ങയുടെ ഉള്ളിൽ ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള ലീന, അങ്ങയുടെ ഉള്ളിൽ
ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ പ്രകൃതി എന്നുള്ളത്, പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ തന്നെ, അങ്ങയുടെ പ്രകൃതി അല്ലെങ്കിൽ അങ്ങയുടെ ആ മായ ഉദേതി, അതങ്ങോട്ട് പ്രകാശിക്കുകയാണ്, അതൊന്ന് വികസിച്ച് പ്രകാശിക്കുന്നു എന്ന് പറയാണ്. തേന ഇവ ഉദേ തേന ഏവ, അതുകൊണ്ട് തന്നെ കേവലം ആ നോട്ടം കൊണ്ട് തന്നെ ഈ പ്രകൃതി അങ്ങോട്ട് ഒന്ന് ഉണർന്ന് ഉദിക്കുന്നു, പ്രകാശമാനമാകുന്നു. അത് കാണാൻ, മറ്റത് ലയിച്ച് കിടക്കുമ്പോൾ അത് കാണില്ല. വെള്ളത്തിൽ പഞ്ചസാര ലയിച്ചാൽ പഞ്ചസാര കാണില്ലല്ലോ, പക്ഷേ അതങ്ങോട്ട് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ലീനാ പ്രകൃതി അസതി കൽപ്പാഭി കൽപ്പാദികാലേ, അസതി കൽപ്പാ അഭി, അസതി കൽപ്പാ അസത്തായിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിലും അസത്തല്ല സ്വതേ പ്രകൃതി എന്നുള്ളത്. ഇല്ല എന്ന് പറയാറുണ്ട് സ്വതേ, വേദാന്തികളൊക്കെ പറയുന്നുണ്ട് ഈ പ്രകൃതി എന്നുള്ളത് ഏകം ഒന്നേ ഉള്ളൂ, അദ്വിതീയൻ എന്നൊക്കെയല്ലേ പറയണത്. അപ്പം ഈ പ്രകൃതി എന്താണ് എന്നുള്ളത് ഒരു ചോദ്യം വരുന്നുണ്ട്. ഏകമായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി എന്താണ്, അങ്ങയുടെ മായ എന്നുള്ളത് അത് രണ്ടാമതൊന്നല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് വാസ്തവത്തിലുള്ളതല്ല, പ്രകൃതി എന്നുള്ളതൊന്ന് ഇല്ല. അസതി കൽപ്പാ അഭി, ഇല്ലാത്തത് തന്നെ എന്നാൽ ഇല്ല എന്ന് പറയണമില്ല. അസതി കൽപ്പ, മിക്കവാറും ഇല്ലാത്തത്, അസത്തായിട്ടുള്ളതിനോട് തുല്യമായിട്ടുള്ളത് അതിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്, എന്നാൽ ഇല്ല എന്നങ്ങോട്ട് തീർത്ത് പറയാനും വയ്യ. അങ്ങനെയുള്ളതാണ് ഈ പ്രകൃതി. അതായത് ഭഗവാന്റെ ഉള്ളിൽ തന്നെ ലയിച്ച് കിടക്കുകയാണ്, അതിൽ നിന്ന് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മൾ ഉണ്ടായി കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. എന്നാൽ അത് ഭഗവാനിൽ നിന്ന് വേറിട്ട് അതിന് ഒരു സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പുണ്ടോ? അതുമില്ല. അത് ഭഗവാന്റെ ഉള്ളിൽ തന്നെ ലയിച്ച് കിടക്കണതാണ്. അപ്പം അതുകൊണ്ട് സദസദ്ഭ്യാം അനിർവചനീയം എന്നൊക്കെയാണ് പ്രകൃതിയെ പറ്റിയിട്ടും മായയെ പറ്റിയിട്ടും ഒക്കെ പറയണത്. ഉണ്ടോ ഇല്ലയോ എന്നങ്ങോട്ട് തീർത്ത് പറയാൻ വയ്യാത്ത ഒന്നായിട്ടാണ് പ്രകൃതിയെ പറയണത്, അല്ലെങ്കിൽ ഈ മായയെ പറയണത്. അങ്ങനെ ആ മായ അത് അങ്ങോട്ട് പ്രകടമായിട്ട് തീരണു. അങ്ങ് ഒന്ന് അതിലേക്ക് ഒരു നോട്ടം ഇടുമ്പോൾ തന്നെ ആ മായ അത് തെളിയണു എന്നാണ് പറയുന്നത്. അസതി കൽപ്പാ അഭി, ഇല്ലാത്തത് എന്നുപോലെ ഉള്ളതാണെങ്കിലും ആ പ്രകൃതി, ആ മായ, പ്രകൃതി മായ അത് വ്യക്തമായിട്ട് വരുന്നു. എപ്പോഴാണത്? കൽപ്പാദികാലേ, കൽപ്പത്തിൻ്റെ ഓരോരോ കൽപ്പങ്ങൾ പറയുന്നുണ്ട്. ഓരോരോ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ആണ് ഒരു കൽപ്പം. ആ ഒരു ദിവസം കഴിഞ്ഞാൽ, അതായത് ബ്രഹ്മാവ് 2 പരാർത്ഥം ആണ് ബ്രഹ്മാവിൻ്റെ ഇത്. അപ്പം അങ്ങനെ ആ ഒരു ദിവസം, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിലെ ആദ്യം തുടങ്ങിയിട്ടില്ല, തുടങ്ങണതിൻ്റെ മുമ്പേ അല്ലെങ്കിൽ പൂർവ്വ ദിവസത്തിൻ്റെ അവസാനത്തിൽ പൂർവ്വ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു പ്രളയമുണ്ട്. ആ പ്രളയത്തിൽ കഴിയുമ്പോഴാണ് ഈ രണ്ടാമത്തെ സൃഷ്ടി ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൻ്റെ അതല്ലെങ്കിൽ കൽപ്പത്തിൻ്റെ ആദ്യത്തിൽ, ആ തുടങ്ങണ സമയത്ത്, തുടങ്ങണതിൻ്റെ മുമ്പേ എന്ന് പറയട്ടെ, തുടങ്ങണതിൻ്റെ മുമ്പെയാണ് ഈ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ നോട്ടം ആ പ്രകൃതിയിലേക്ക് ഉണ്ടാവണത്. അങ്ങനെ പ്രകൃതിയിൽ ഒന്ന് നോക്കുമ്പോൾ കൽപ്പാദികാലേ ഒന്ന് നോക്കണു. അപ്പോഴോ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം, തസ്യാഹ ആ പ്രകൃതിയിലേക്കൊന്ന് നോക്കുമ്പോൾ ആ പ്രകൃതിയുടെ സത്വാത്മകമായിട്ടുള്ള, നേരത്തെ പറഞ്ഞല്ലോ കേവല സത്വം ആണ് ഭഗവാന്റെ രൂപം എന്നുള്ളത്. അപ്പോൾ ആ പ്രകൃതിയിലേക്കുള്ള ഭഗവാന്റെ നോട്ടം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഈ ത്രിഗുണങ്ങൾ, സത്വം രജസ് തമസ് എന്നുള്ളതായിട്ടുള്ള ആ 3 ഗുണങ്ങളൊക്കെ അങ്ങനെ വേർതിരിഞ്ഞ് അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങണു. ഭഗവാനിൽ നിന്ന് നോക്കുമ്പോൾ ആ പ്രകൃതിക്കൊരു ഇളക്കുണ്ടാവണു. അവിടെ ഈ സത്വം രജസ് തമസ് എന്നുള്ളതായിട്ടുള്ള 3 ഗുണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെയാണ് പറയണത്. അപ്പം അങ്ങനെ അതിൽ ആ കേവലം സത്വം ആയിട്ടുള്ളതായിട്ടുള്ള ഗുണം, ആ തസ്യാഹ സംശുദ്ധമംശം, സംശുദ്ധമായിട്ടുള്ള ഏറ്റവും ശുദ്ധമായിട്ടുള്ള അംശമാണ് സത്വഗുണം. പ്രകൃതിയുടെ ശുദ്ധമായിട്ടുള്ള അംശം സത്വഗുണം. ആ തസ്യാഹ വെച്ചാൽ അവളുടെ പ്രകൃതിയുടെ സംശുദ്ധമായിട്ടുള്ള അംശം കമപി എന്ന് പറയുമ്പോൾ ഏതാണ് അതിനെ പറ്റിയിട്ടെങ്കിലും നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റില്ല, വിസ്തരിച്ച് പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നിനെയാണ് കമപി എന്നുള്ളത് കൊണ്ട് അവിടെ ഏതോ ഒരു ആ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ആ ഒരു അംശം, നമുക്ക് വർണ്ണിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഒരു അംശം. തം അതിരോധായകം സത്വരൂപം, ആ കേവലമായിട്ടുള്ള സത്വരൂപം.
ആ സത്വം എങ്ങനെയുള്ളതാണ്? അതിരോധായകം തിരോധാനം അതിനെ മറയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഈ സത്വരൂപത്തിനെ വേറെ ഒന്നുകൊണ്ട് മറയ്ക്കാൻ സാധിക്കില്ല. അതായത് രജസ് കൊണ്ടോ തമസ് കൊണ്ടോ ഒന്നും മറയ്ക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഈ സത്വരൂപത്തെ സത്വം ധൃത്വ, അങ്ങനെയുള്ളതായിട്ടുള്ള ആ സത്വരൂപത്തെ ധൃത്വ ധരിച്ചിട്ട് ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം, അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരു രൂപത്തെ അങ്ങ് ധരിക്കണു എന്നാണ് പറയണത് ഭഗവാൻ. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ശുദ്ധമായിട്ടുള്ള പ്രകാശം മറച്ചു വയ്ക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു രൂപത്തെ അങ്ങ് സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ലോകരുടെ മുഴുവൻ അനുഗ്രഹത്തിനായിക്കൊണ്ട്, ലോകരെ ഭഗവാൻ എന്നുള്ള നിലയിലെ ലോകർക്ക് മുഴുവൻ അങ്ങയെ സ്തുതിക്കാൻ വേണ്ടിയിട്ട്, നേരിട്ട് മനസ്സിൽ ധരിച്ചുകൊണ്ട് സ്തുതിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഒരു രൂപത്തെ കേവല സത്വാത്മകമായിട്ടുള്ള ഒരു രൂപത്തെ അങ്ങ് സ്വീകരിക്കുന്നു. സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം, അങ്ങനെയുള്ളതായിട്ടുള്ള രൂപത്തെ ധരിക്കുന്നു. ഇനി മറ്റത് രണ്ടും അദ്ദേഹത്തിനെ സംബോധന ചെയ്യാണ്. സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ അല്ലയോ വൈകുണ്ഠവാസിയായിട്ടുള്ള ഭഗവൻ, വൈകുണ്ഠവാസിയായിട്ടുള്ള ആ രൂപത്തെ അങ്ങ് ധരിച്ചിട്ട്, അങ്ങനെയാണ് വൈകുണ്ഠ എന്നുള്ളതായിട്ടുള്ള സംബോധനയാണ് അവിടെ. വൈകുണ്ഠത്തിൽ വസിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവൻ, സ്വമഹിമ വിഭവാകുണ്ഠ, സ്വമഹിമ അങ്ങയുടെ തന്നെ മഹിമ കൊണ്ട്, ഐശ്വര്യാദികളായിട്ടുള്ള യോഗം ഐശ്വര്യം തുടങ്ങിയതായിട്ടുള്ള അങ്ങയുടെ മഹിമ കൊണ്ട്, മാഹാത്മ്യം കൊണ്ട്, അഗുണ്ഠമായിട്ടുള്ള സ്വമഹിമ വിഭവ, അതിൻ്റെ ശ്രേഷ്ഠത കൊണ്ട്, സ്വമഹിമ കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള വിഭവങ്ങൾ, കേമത്വങ്ങൾ, മാഹാത്മ്യങ്ങൾ, അതുകൊണ്ട് വേറെ ഒന്നിനാലും തടയപ്പെടാൻ വയ്യാത്തതായിട്ടുള്ള, വേറെ ആർക്കും തന്നെ, വേറെ ഒന്നിനും തന്നെ തമസ് ഗുണം, രജോ ഗുണം, തവോ ഗുണം എന്നിവയ്ക്കൊന്നും തടയാൻ വയ്യ, കുണ്ഠത ഇല്ലാത്തതായിട്ടുള്ള, അതായത് വേറെ ഒന്നിനും തടയാൻ വയ്യാത്തതായിട്ടുള്ള ഒരു രൂപത്തെ അങ്ങ് ധരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ച കേവലം സത്വഗുണം കൊണ്ട്, അങ്ങയുടെ നോട്ടം കൊണ്ട് മാത്രം പ്രകൃതി ചലിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ആ പ്രകൃതിയുടെ അംശം കൊണ്ട്, അംശമായ കേവലം ശുദ്ധമായിട്ടുള്ള സത്വഗുണം കൊണ്ട് ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള മറ്റൊന്നിനിൽ നിന്നും മറയ്ക്കാൻ വയ്യാത്തതായിട്ടുള്ള ഒരു രൂപത്തെ അങ്ങ് ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് സ്വീകരിക്കണു എന്ന് പറയാണ്. അതാണ് ഈ ഭഗവാൻ എന്ന് പറയണത്, മഹാവിഷ്ണു എന്ന് പറയണത് ആ രൂപമാണ് എന്ന് ആണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യൽക്രിയാമീക്ഷണഖ്യം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാദികാലേ തസ്യാഃ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം